നല്ല മഴ തിമിർത്ത് പെയ്യുമ്പോൾ കുട ചൂടി സ്കൂളിൽ പോകുന്ന നിങ്ങളുടെ ആ അനുഭവം എങ്ങനെയുണ്ട്? ഒരു വാഴയില വെട്ടി തലയിൽ വച്ച് ചെറുസ്ലേറ്റും ബുക്കും തൻ മാറണച്ച് നനയാതെയാകെ നനഞ്ഞു പോനീ അനിയനല്ലാത്തോരനിയനെയും നനയാതെന്നോതി തൻ കുടയിൽ നിർത്തും കനിവായി വരുന്നൊരു കൊച്ചു പെങ്ങൾ. കുടയില്ലാത്തോഴനെ കൂടെ നിർത്താൻ കുറവ് തോന്നാത്തൊരു കൊച്ചു പെങ്ങൾ. കുതിരുന്നു ഞാൻ ആ മഴയിലല്ല, ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ. കുതിരുന്നു ഞാൻ ആ മഴയിലല്ല, ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ. കുടയില്ലാത്തവർ എന്ന ONV കുറിപ്പിൻ്റെ കവിതയിലെ ഈ വരികൾ 4ാം ക്ലാസ്സിലെ മലയാളം പാഠത്തിൽ വെച്ച് ഹൃദിസ്ഥമാക്കിയ ശേഷം 5ാം തരത്തിലെ ദി ലിറ്റിൽ ഗേൾ ആൻഡ് ദി അംബ്രല്ല എന്ന ഇംഗ്ലീഷ് പാഠത്തിലെത്തുന്ന കൊച്ചുകൂട്ടുകാർ കണ്ടുമുട്ടുന്നത് ഇതേ സന്ദർഭത്തിൽ ദയ ഏതുമില്ലാതെ കുടയിൽ നിന്ന് ഒരു കൊച്ചു പെൺകിടാവിനെ തള്ളിമാറ്റുന്ന സമ്പന്നഗൃഹത്തിലെ ഗ്രേസി എന്ന പെൺകുട്ടിയെയാണ്. പ്രിയ കൂട്ടുകാരുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത് DC ബുക്സ് 1961 പ്രസിദ്ധീകരിച്ച് 60 വർഷം പിന്നിടുമ്പോൾ 70ാം പതിപ്പിൽ എത്തി നിൽക്കുന്ന ഒരു ഉദാത്ത രചനാശില്പത്തിൻ്റെ വായനാനുഭവമാണ്. മലയാള സാഹിത്യരംഗത്തെ ജനപ്രിയനായ കഥാകാരനും കവിയുമായ മുട്ടത്തു വർക്കി കുട്ടികൾക്ക് വേണ്ടി എഴുതിയ മലയാളം നോവലാണ് ഒരു കുടയും കുഞ്ഞുപെങ്ങളും. 65 നോവലുകൾ ഉൾപ്പെടെ 132 പുസ്തകങ്ങൾ രചിച്ച മുട്ടത്തു വർക്കിയുടെ ബാലസാഹിത്യ രചനയിലെ മാസ്റ്റർ പീസ് ആയിരുന്ന ഒരു കുടയും കുഞ്ഞുപെങ്ങളും സ്കൂളുകളിൽ ഉപപാഠ പുസ്തകമായും പഠിപ്പിക്കപ്പെട്ടു. വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്കും റഷ്യൻ ഭാഷയിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ട ഈ കൃതി മലയാളത്തിലെ പ്രധാന ബാലസാഹിത്യ കൃതികളിലൊന്നാണ്. മലയാള ബാലസാഹിത്യ രംഗത്തെ എക്കാലത്തെയും ഹൃദയസ്പർശിയായ നോവലാണ് മുട്ടത്തു വർക്കിയുടെ ഒരു കുടയും കുഞ്ഞുപെങ്ങളും. മാതാപിതാക്കളില്ലാതെ അമ്മയുടെ സഹോദരിയോടൊപ്പം അനാഥരായി വളർന്ന ബേബി, ലില്ലി എന്നീ കുട്ടികളുടെ കഥ. സഹോദര സ്നേഹത്തിൻ്റെ നൈർമല്യവും അനാഥത്വത്തിൻ്റെ ദുഃഖഭാരവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ എന്ന പോലെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു. ദുഷ്ടയായ പേരമ്മയുടെ ഇടപെടലും വിധിയുടെ ക്രൂരതയും ഈ 2 നിഷ്കളങ്ക ഹൃദയങ്ങളെ അകറ്റുന്നതും പിന്നീട് വിധിയുടെ അത്ഭുതകരമായ വഴിത്തിരിവുകൾ അവരെ കൂട്ടിയിണക്കുന്നതുമാണ് ഈ ലളിതമായ രചനയുടെ ഇതിവൃത്തം. ഈ 2 കുട്ടികളുടെ അനുഭവങ്ങളിലൂടെ ലോകത്തിലെ നന്മതിന്മകളും രചയിതാവ് വിളിച്ചോതുന്നു. ആകാശം നിറയെ കാർമേഘങ്ങൾ ഉണ്ടായിരുന്നു. ഒരു തണുത്ത ചെല്ലക്കാറ്റ് അലസമായി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഗ്രാമപാതയുടെ ഇരുവശങ്ങളിലും ഉള്ള വൃക്ഷങ്ങൾ തലയാട്ടി. കള്ളക്കർക്കടക മാസം എന്ന വരികളോടെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ അനാഥത്വത്തിൻ്റെ ഹൃദയഭാരവും പേറി ജീവിക്കുന്ന 2 നിസ്സഹായരായ ഹൃദയങ്ങളിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. ദരിദ്രയായ ലില്ലിയെ പണക്കാരിയായ ഗ്രേസി പരിഹസിക്കുകയും തന്മൂലം ബേബി പകരം വീട്ടാനായി അവളെ മുറിപ്പെടുത്തുകയും തുടർന്ന് നാട്ടുകാരുടെയും പേരമ്മയുടെയും രോഷം ഭയന്ന് ബേബി തൻ്റെ പാതിഹൃദയമായ ലില്ലിയെ ഉപേക്ഷിച്ച് ഗ്രാമത്തിൽ നിന്നും ഒളിച്ചോടുന്ന സന്ദർഭത്തിൽ കഥ ആരംഭിക്കുന്നു. തിരിച്ചു വരുമ്പോൾ സ്വർണ്ണപ്പിടിയുള്ള കുട വാങ്ങിത്തരാം എന്ന് ലില്ലിക്ക് ഉറപ്പുകൊടുത്തിട്ടാണ് ബേബി പോകുന്നത്. തുടർന്ന് ലില്ലിയും തൻ്റെ ചെറ്റക്കുടിൽ ഉപേക്ഷിക്കാൻ നിർബന്ധിതയാവുന്നു. ബേബി ജീവിതത്തിൻ്റെ തീക്ഷ്ണമായ വശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ലില്ലി ഒരു കുടുംബത്തിൻ്റെ ഭദ്രതയിൽ എത്തിപ്പെടുന്നു. ബേബി തുടക്കത്തിൽ കടന്നു പോകുന്ന കഷ്ടപ്പാടുകളിലൂടെ സ്വാർത്ഥവും കപടവുമായ ലോകത്തിൻ്റെ ഇരുണ്ട ഉള്ളറകളിലേക്ക് ഗ്രന്ഥകാരൻ വെളിച്ചം വീശുന്നു. പിന്നീട് ബേബിയെ സൗദാമിനി എന്ന സ്ത്രീ സ്വന്തം അനുജനെ എന്ന പോലെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ സൗദാമിനിയുടെ ബന്ധുക്കൾ ബേബിയോട് കാണിക്കുന്ന അകൽച്ചയിലൂടെ നാം എങ്ങനെ സ്വാർത്ഥരാകുന്നു
എന്ന് ഗ്രന്ഥകാരൻ കാണിക്കുന്നു. മറുവശത്ത് ഡോക്ടർ ജോണിൻ്റെ സംരക്ഷണയിൽ ലില്ലിക്ക് വിദ്യാഭ്യാസവും നല്ല ജീവിതവും ലഭിക്കുന്നു. ഡോക്ടർ ജോണിലൂടെ മനുഷ്യമനസ്സിൻ്റെ വറ്റാത്ത നന്മ ഊട്ടിയുറപ്പിക്കപ്പെടുന്നു. അത്യന്തം ഹൃദയസ്പർശിയായ സന്ദർഭങ്ങളിലൂടെ പുരോഗമിക്കുന്ന കഥ ബേബിയുടെയും ലില്ലിയുടെയും ഒത്തുചേരലിൽ അവസാനിക്കുന്നു. ലില്ലിയും ബേബിയും സന്തോഷകരവും ഭദ്രവുമായ ജീവിതം നയിക്കുന്ന വിധം ശുഭപര്യവസാനിയായി കഥ മാറുമ്പോൾ പോലും വില കുറഞ്ഞതും മുഷിഞ്ഞതും പിന്നിയതുമായ ചെമന്ന പുള്ളിയുടുപ്പിട്ടുള്ള ഒരു 2ാം ക്ലാസ്സുകാരി പെൺകിടാവ് നിറഞ്ഞ കണ്ണുകളോടെയും മുറിഞ്ഞ് ചോരകിനിയുന്ന കാൽമുട്ടുകളോടെയും കഥയുടെ 1ാം അധ്യായത്തിൽ ടീച്ചർ ചൂരൽവടി ചൂണ്ടി മാറ്റി നിർത്തിയ വരാന്തയിൽ തന്നെ കോരിച്ചൊരിയുന്ന മഴയിൽ നനഞ്ഞു കുതിർന്നു നിൽക്കുന്നുണ്ട്. മനസ്സിൽ നിന്ന് മായാത്ത ചിത്രം പോലെ.